ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ടു സൈലം SSC Arabic. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ അതായത് 2024 ALP എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സ്ക്രീനിൽ ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് വന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ കീ വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തു, ഇതിനെതിരെ ഒബ്ജെക്ഷൻ റേസ് ചെയ്തു. അതായത് ഇവരിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആൻസർ കൊടുത്തിട്ടുണ്ട്. ആ ആൻസർ തെറ്റാണെന്നല്ല, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല, അതിനുള്ള ഡാറ്റ ഇനഫ് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ഡാറ്റ ഇല്ല എന്നുള്ളൊരു കാരണം വെച്ചിട്ട് ഒരുപാട് ഒബ്ജെക്ഷൻ റേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ലേ, എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നമുക്ക് നോക്കിയാലോ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വൃത്തിക്ക് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് the sum of the ages of Yash and his father is 90 years. When Yash is as old as his father's present age, he will be 5 times as old as his son Suraj's present age. Suraj will be 12 years older than Yash's present age when Yash is as old as his father at present. ഹൗ ഓൾഡ് ഈസ് സൂരജ് അറ്റ് പ്രസൻറ്റ്? ആകെ കൺഫ്യൂഷൻ ആണല്ലേ, ആരൊക്കെയോ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് മക്കളെ. ഇവിടെ എന്ത് തന്നെയായാലും വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാരണം ഒരാളുടെ വയസ്സിനെ കുറിച്ചാണ് പറയുന്നത്, അയാളുടെ വയസ്സിലോട്ട് എത്താനുള്ള കുറച്ച് ലീഡ്സ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ആദ്യം ഫോക്കസ് ചെയ്യാം. നമുക്ക് കാണേണ്ടത് സൂരജിൻ്റെ വയസ്സാണ്. അപ്പോൾ ഞാനിവിടെ സൂരജിൻ്റെ വയസ്സ് എസ് എന്ന് കൊടുത്താൽ നമുക്ക് കാണേണ്ട ആളെ കിട്ടി അല്ലേ. നമുക്ക് കാണേണ്ടത് ആരെയാണ്? എസ്സിനെയാണ് കാണേണ്ടതെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലോട്ട് വെക്കാം. എപ്പോഴും വേരിയബിൾസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് ഏത് വേരിയബിൾ ആണോ സോൾവ് ചെയ്യേണ്ടത് ആ വേരിയബിളിലോട്ട് ബാക്കിയുള്ള ആളുകളെയും എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. സം ഓഫ് ഏജസ് ഓഫ് യാഷ് ആൻഡ് ഹിസ് ഫാദർ 90 ഇയേഴ്സ്. ഞാൻ അടുത്ത പേജിലാണ് ഇതൊക്കെ എഴുതുന്നത്. യാഷിൻ്റെ വയസ്സ് ഞാൻ വൈ എന്ന് കൊടുക്കാം. യാഷിൻ്റെയും ആളുടെ ഫാദറുടെയും വയസ്സ് 90. നമുക്ക് വേണ്ട എസ് ഇതിലില്ല കേട്ടോ, ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇല്ല, ഈ ഒരു സ്പേസിൽ ഇല്ല അല്ലേ. നെക്സ്റ്റ് വെൻ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. വെൻ യാഷ് ഈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഫാദേഴ്സ് പ്രസൻറ്റ് ഏജ്. ഫാദറിൻ്റെ നിലവിലുള്ള വയസ്സ് യാഷിന് വരുമ്പോൾ, യാഷിൻ്റെ വയസ്സ് ഫാദറിൻ്റെ ഇപ്പോഴത്തെ വയസ്സാവുന്ന സമയത്ത് ഹി വിൽ ബി 5 ടൈംസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ സൂരജ് പ്രസൻറ്റ് ഏജ്. സൂരജ് വന്നു. ആ സമയത്ത് യാഷിൻ്റെ വയസ്സ് യാഷിൻ്റെ മകൻ സൂരജിൻ്റെ നിലവിലുള്ള വയസ്സിൻ്റെ 5 ടൈംസ് ആണ്. എടാ ഇവിടെ ഞാൻ വൈയും എഫ് എന്നൊക്കെ കൊടുത്തത് വേരിയബിൾസ് ആണല്ലേ, അതായത് ഇവരുടെ വയസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ലെറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യാഷിൻ്റെ ഫാദറിൻ്റെ വയസ്സ് 50 ആണെന്ന് വിചാരിക്കാം. അപ്പം ഫാദറിൻ്റെ നിലവിലെ വയസ്സ് 50 ആണെങ്കിൽ യാഷിൻ്റെ വയസ്സ് അച്ഛൻ്റെ നിലവിലെ വയസ്സാവുമ്പോൾ എന്ന് പറയുമ്പോൾ 50 വയസ്സാവുമ്പോൾ എന്നല്ലേ. അതായത് വേരിയബിൾസ് വെച്ച് പറയുകയാണെങ്കിൽ യാഷിൻ്റെ വയസ്സ് എഫ് ആവുമ്പോൾ ആ സമയത്ത് എന്താണെന്നാണ് പറഞ്ഞത്? ഹി വിൽ ബി 5 ടൈംസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ സൂരജ് പ്രസൻറ്റ് ഏജ്. സൂരജിൻ്റെ നിലവിലെ വയസ്സിൻ്റെ 5 ടൈംസ്. അപ്പോൾ യാഷിൻ്റെ വയസ്സ് എഫ് ആവുന്ന സമയത്ത് എഫ് എന്തിന് ഈക്വൽ ആണ്? 5 ടൈംസ് ഓഫ് എസ്. സൂരജിൻ്റെ 5 ടൈംസിന് ഈക്വൽ ആണ്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു 5s എന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നു നമ്മുടെ ഇതിലോട്ട്? നമ്മുടെ എസ് എന്ന് പറയുന്ന വേരിയബിളും കൂടെ ഈ ഒരു ഇതിലോട്ട് വരികയാണ്, നമുക്ക് സോൾവ് ചെയ്യാനുള്ള കേസിലോട്ട് വരികയാണ്. അപ്പം ഇവിടെ നമുക്ക് വൈ ഉണ്ട്, എഫ് ഉണ്ട്, എസ് ഉണ്ട് വേരിയബിൾ. അതിൽ ഞാൻ പറഞ്ഞു എസ്സിൻ്റെ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ് മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. എഫിനെ നമുക്ക് അങ്ങനെ കിട്ടി. എഫ് എന്ന് പറയുന്നത് എന്താണ്? 5s ആണ്. എഫ് 5s ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ലാസ്റ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. സൂരജ് വിൽ ബി 12 ഇയേഴ്സ് ഓൾഡർ ദാൻ യാഷ് പ്രസൻറ്റ് ഏജ് വെൻ യാഷ് ഈസ് ആസ് ഓൾഡ് ആസ് ഹിസ് ഫാദർ അറ്റ് പ്രസൻറ്റ്.
യാഷിൻ്റെ വയസ്സ് അച്ഛൻ്റെ ഈ വയസ്സാവുമ്പം എഫ് എന്ന് പറയുന്ന വയസ്സാവുന്ന സമയത്ത് സൂരജിൻ്റെ വയസ്സ് യാഷിൻ്റെ വയസ്സിൻ്റെ 12 കൂടുതലായിരിക്കും. യാഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാളും 12 കൂടുതലായിരിക്കും. ഒന്നുകൂടെ നോക്കിക്കേ. സൂരജ് വിൽ ബി 12 years ഓൾഡർ ദാൻ യാഷ് പ്രസന്റ് ഏജ്. യാഷിൻ്റെ നിലവിലുള്ള വയസ്സിനേക്കാളും 12 കൂടുതലായിരിക്കും സൂരജിൻ്റെ വയസ്സ്. എപ്പോൾ യാഷിൻ്റെ വയസ്സ് അച്ഛൻ്റെ ഇപ്പോഴുള്ള വയസ്സിന് തുല്യമാവുമ്പോൾ. അതായത് യാഷിൻ്റെ വയസ്സ് എഫ് ആവുന്ന സമയത്ത് സൂരജിൻ്റെ വയസ്സ് വൈനേക്കാളും യാഷിൻ്റെ നിലവിലുള്ള വയസ്സിനേക്കാളും 12 കൂടുതലായിരിക്കും. അവിടെ y+12 ആയിരിക്കും. ഓക്കെ, എപ്പോഴാണെന്നുള്ളത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ കിട്ടണ്ടേ? അതായത് മക്കളെ, യാഷിൻ്റെ വയസ്സ് ഫാദറിൻ്റെ വയസ്സിന് തുല്യമാവാൻ എത്ര വർഷം എടുക്കണം? ഇപ്പം ഫാദറിൻ്റെ വയസ്സ് യാഷിൻ്റെ വയസ്സ് 20ഉം ഫാദറിൻ്റെ വയസ്സ് 30ഉം ആണെങ്കിൽ നമുക്കറിയാം, 30 വേണ്ട, 20ഉം 50ഉം, അല്ലെങ്കിൽ കണക്ക് തെറ്റും, 20ഉം 50ആണെന്ന് വിചാരിക്കാം. യാഷിൻ്റെ വയസ്സ് 20ഉം അച്ഛൻ്റെ വയസ്സ് 50ഉം ആണെങ്കിൽ 30 വർഷം കഴിയുമ്പോഴാണ് യാഷ് എന്ത് ചെയ്യുന്നത്? അച്ഛൻ്റെ നിലവിലെ വയസ്സിലോട്ടാവുന്നത് അല്ലേ? അപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ വയസ്സിൽ നിന്നും യാഷിൻ്റെ നിലവിലെ വയസ്സ് മൈനസ് ചെയ്യാൽ ഇത്രയും F-y ഇയേഴ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? യാഷിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിന് തുല്യമാവുന്നത്. അപ്പം സൂരജിൻ്റെ പ്രസൻറ്റ് ഏജ് എസ് ആണ്. ഇത്രയും വർഷം കഴിഞ്ഞാൽ സൂരജിൻ്റെ വയസ്സ് എന്തായിരിക്കണം? സൂരജിൻ്റെ വയസ്സ് S+F-y ഇയേഴ്സ് അല്ലേ? F-y ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ? 20ഓ 30ഓ എത്രയാണ്? അപ്പം സൂരജിൻ്റെ ആ സമയത്തെ വയസ്സ് S+ അത്രയും വർഷം കൂട്ടിയതായിരിക്കണം. S+F-y. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? യാഷിൻ്റെ നിലവിലുള്ള വയസ്സിനേക്കാളും 12 കൂടുതൽ. മനസ്സിലായോ? നമ്മൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാണ്? ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പം നമുക്ക് എല്ലാ വേരിയബിളും വരുന്ന ഒരു ഇക്വേഷനിലോട്ട് എത്തിച്ചു. ഇനി ഇതിലുള്ള എല്ലാ ആൾക്കാരെയും എസിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവന്നാൽ എസ് മാത്രം വരുന്ന ഒരു ഇക്വേഷനായി. അത് സോൾവ് ചെയ്താൽ എസിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇയാളെ മാത്രം ഒന്ന് എടുത്ത് എഴുതിയിട്ട് അപ്പുറത്തുനിന്ന് സോൾവ് ചെയ്യുകയാണേ. കോപ്പി ചെയ്യുന്നു. ആൻഡ് നോക്കിക്കേ മക്കളെ, ഇതാ S+F-y ഈസ് ഈക്വൽ ടു y+12. ഈ വൈനേയും കൂടെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണേ. അപ്പം S+F-y ഇതും വരുമ്പോൾ മൈനസ് ആവും. ടോട്ടൽ -2y ഈസ് ഈക്വൽ ടു 12. ഇനി എസ് അങ്ങനെ തന്നെ കൊടുത്തു. എഫ് എന്ന് പറഞ്ഞാൽ 5s എന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലേ? F ഈസ് ഈക്വൽ ടു 5s ആണ്. ഇനി അതേപോലെ തന്നെ മൈനസ് നമുക്ക് ഈ വൈന് എന്ത് ചെയ്യണം? എസിൻ്റെ ടേംസിലോട്ട് മാറ്റാൻ വേണ്ടി ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. y ഈസ് ഈക്വൽ ടു 90 മൈനസ് എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് എഫിൻ്റെ വാല്യൂ എന്താണ്? 5s അല്ലേ? 5s. അപ്പം വൈയുടെ വാല്യൂ എന്ത് കിട്ടി? y എന്ന് പറയുന്നത് 90 മൈനസ് 5s. ഓക്കെ, സോ s മൈനസ് 5s മൈനസ് 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ഞാൻ എന്താ കൊടുക്കേണ്ടത്? 90 മൈനസ് 5s ഇസ് ഈക്വൽ ടു 12. S+5s മൈനസ് 2 ഇൻറ്റു 90 180 മൈനസ് 2 മൈനസ് 5s എന്ന് പറയുമ്പോൾ മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലേ? പ്ലസ് 2 ഇൻറ്റു 5 10. 10s ഇസ് ഈക്വൽ ടു 12. നോക്കിക്കേ, എസും 5sഉം 6x, 6ഉം 10ഉം 16s ഇസ് ഈക്വൽ ടു -180 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. 180 പ്ലസ് 12, അതായത് 16s എന്ന് പറയുന്നത് 192 വരും. എസ് ഇസ് ഈക്വൽ ടു 192/16. 16 19 ഒരു തവണ, ബാക്കി 3 32 2 തവണ
നോക്കിക്കേ, നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്? സൂരജിൻ്റെ വയസ്സ് 12 ആണെന്ന് കിട്ടും. നിങ്ങൾ ആൻസർ കീ കൊടുത്തതിലും എന്താണ് 12 വയസ്സാണ് ആൻസർ കീയിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്, റെസ്പോൺസ് ഷീറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഒരു വാണിംഗ് തരാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എല്ലാ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണയിൽ പോയിട്ട് ആദ്യം തന്നെ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. അത്യാവശ്യം നിങ്ങൾ കാണുന്നത് പോലെ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്തിട്ട് സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി നമുക്ക് ഇക്വേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, പക്ഷെ അതിലോട്ട് എങ്ങനെ എത്താമെന്ന് ചിന്തിക്കാൻ തന്നെ എന്തുണ്ട്, കുറച്ച് സമയം വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ചാടി കയറി അത് ചെയ്യാൻ നിൽക്കരുത്. മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവസാന സമയം യൂസ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ടൈം മാത്രം ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അത് കാണിച്ചു തരാനുള്ള കാരണം നമുക്ക് ഏജ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഇതേപോലെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് വേരിയബിൾസ് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ മക്കളെ, നമ്മുടെ പുതിയ 2 ബാച്ചസിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് 2 ബാച്ചസ് ഇപ്പം റെയിൽവേക്ക് വരുന്ന 2 ബാച്ചസ് എന്ന് പറയുന്നത്, ഒന്ന് അറബി NTPC, ഇപ്പം TO1 എഴുതി ഇരിക്കുന്ന ആളുകളെ CBT 1 എഴുതിയിട്ട് CBT 2ന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, റിസൾട്ട് ഒന്നും വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം റിസൾട്ട് വന്നാൽ അതിനകത്ത് സമയം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജിയിൽ നമ്മൾ CBT 2 ക്ലിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ് അറബി NTPC CBT 2 ബാച്ച് എന്ന് പറയുന്നത്. 2500 ആണ് എന്ത് വരുന്നത്, ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. 250+ hours ലൈവ് ക്ലാസ്സസ് ഉണ്ട്. 2 to 4 hours ഡെയിലി ക്ലാസ് വെച്ചിട്ട് നമുക്ക് വീക്ക്ലി ഒരു 5 to 6 days എന്ത് വരുന്നുണ്ട്, ക്ലാസ്സുകളും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വേറൊരു ബാച്ചാണ്, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള, ഈ ഒരു NTPCക്കല്ല, 2026 NTPC എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ് അറബി NTPC റെഗുലർ 1.0 ബാച്ച് എന്ന് പറയുന്നത്. 2ഉം ക്ലാസ് തുടങ്ങിയിട്ടില്ല, നമുക്കിനി അടുത്ത വരുന്ന ആഴ്ചകളിലായിട്ട് തുടങ്ങാൻ പോകുന്ന ബാച്ചസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജൂലൈ 16-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3999 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു സെഷനുമായിട്ട് ഇതേപോലെ തന്നെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.